പ്രഭാതങ്ങൾ എന്നും മനോഹരങ്ങൾ തന്നെയാണ്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഈ കിളികളുടെ കളകൂജനവും മുറ്റത്ത് വിടർന്നു നിൽക്കുന്ന അതൊരു മുക്കുറ്റിപ്പൂവാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കും. ആ മനോഹാരിതയുടെ കൂടി ഒരല്പം മാജിക്കും കൂടെ ചേർന്ന ഒരു പൂവാണ് ഈ കാണുന്നത്. ഇത് നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാകും. പക്ഷേ എനിക്കിവിടെ എന്താ ഞാനത് ഉണ്ടാക്കിയെടുക്കാൻ ചെയ്തതെന്നറിയാം. ഒരു 2 ഇനങ്ങളുടെ സങ്കര ഇനം പൂവാണ്. ഇത് കണ്ടില്ലേ? ഇതെന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതാ ഈ തൊടിക്കുള്ളിൽ വെള്ളാമ്പൽ, ഈ ചെറിയ ചെറിയ ഇലകൾ കാണുന്നത് വെള്ളാമ്പലാണ്. വെള്ളാമ്പലായിരുന്നു. അത് അപൂർവമായിട്ടേ പൂക്കുള്ളൂ, വല്ലപ്പോഴും ഒന്ന് പൂക്കും. മറ്റ് കാണുന്ന വലിയ ഇല കാണുന്നത് നീലാമ്പൽ എന്ന് വിളിക്കപ്പെടുന്ന പർപ്പിൾ ആമ്പലുണ്ടല്ലോ, അതിതാ ഈ തൊടിയിൽ നിറയെ മിക്കപ്പോഴും ദിവസവും 1-2 പൂക്കളുണ്ടായി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാനൊരു പരീക്ഷണം മനസ്സിൽ വിചാരിച്ചത് കൊണ്ട് തന്നെയാണ് ഒരിടത്ത് ഞാൻ ഈ ഒരു സങ്കര ഇനം നിറഭേദം ഉള്ള ഒരു ആമ്പൽപ്പൂവ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് വെച്ച് ഞാൻ ഇത്രേ ചെയ്തുള്ളൂ. വെള്ള ആമ്പൽ ഉണ്ടായിരുന്ന ആ തൊടിയിലേക്ക് ഈ നീലാമ്പലിൻ്റെ ഒരു തൈ എടുത്തിട്ടു. അതായി നോക്കൂ, വിസ്മയം എന്ന് പറയാം, മനോഹരമായിട്ടുള്ള. പക്ഷെ ഇതിനൊരു പർപ്പിൾ ഷെയ്ഡിനേക്കാട്ടിൽ കൂടുതൽ കുറച്ചും കൂടി ഒരു പിങ്കിഷ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. പിങ്ക് ഷെയ്ഡുള്ള ആമ്പൽ ഇതാ വിരിഞ്ഞിരിക്കുന്നു. അതൊരു രസമെന്ന് വെച്ചാൽ ഇത് നമ്മുടെ വീട്ടിലല്ല, അമരയോഗ വൈദ്യ ഗുരുകുലത്തിലാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. വന്നു പോകുന്നുണ്ടെങ്കിലും ഈ ഭാഗത്തേക്ക്, തൊടിയുടെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് ഇങ്ങനെ നോക്കി പോകും എന്നുള്ളതല്ലാതെ ശ്രദ്ധിച്ച് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മൊട്ട് കണ്ടില്ല. ഇന്നിപ്പോൾ രാവിലെ വന്നപ്പോൾ നല്ല കണ്ണിന് കർപ്പൂരമായൊരു കാഴ്ച. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. നമുക്ക് പല ഇനത്തിലുള്ള നിറഭേദങ്ങളുള്ള ആമ്പലും താമരയൊക്കെ ഉണ്ടാക്കാൻ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ സാധിക്കും.